ഹലോ ഗൈസ്, വെൽക്കം ടു ലിറ്റിൽ മഹ. ഇന്ന് നമ്മൾ ശംഖുപുഷ്പം കൊണ്ടൊരു ഫ്രഷ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഗിരികാന്തി, വിഷ്ണുപ്രിയ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ പുഷ്പം എല്ലാ തരത്തിലും ഔഷധ ഗുണമുള്ളതാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ ശംഖുപുഷ്പം വെച്ചുപിടിപ്പിക്കുന്നത് വീടിന് ഐശ്വര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേക പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ ഇന്നുള്ളത് ഒരുപാട് ഇതളുകളുള്ള ശംഖുപുഷ്പമാണ്. ഇത് അപൂർവമായാണ് കിട്ടുന്നത്. ചൂട് സമയത്തെല്ലാം കുടിക്കാൻ കഴിയുന്ന ഒരു അത്യുഗ്രൻ ഫ്രഷ് ഡ്രിങ്കാണിത്. ഇതിനായി കുറച്ച് കാന്താരിമുളക്, ഒരു നാരങ്ങ, പിന്നീട് പൂവും മാത്രം മതി. ആദ്യം തന്നെ ശംഖുപുഷ്പത്തിലോട്ട് കുറച്ച് കാന്താരിമുളകുമിട്ട് നല്ലപോലെ ചതയ്ക്കുക. പിന്നീട് അത് വെള്ളവുമായി ലയിപ്പിച്ച് അരിച്ചെടുക്കുക. ആ കിട്ടുന്ന മിശ്രിതം നല്ല നീല നിറമായിരിക്കും. അതിലേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുക. വീണ്ടും പതിയെ നിറം മാറും. പിന്നീട് കുറച്ച് പഞ്ചസാരയോ തേനോ ഇട്ടിളക്കി ഇഷ്ടാനുസരണം കുടിക്കാം. നാരങ്ങയുടെ പുളിയും പഞ്ചസാരയുടെ മധുരവും കാന്താരിയുടെ എരിവും എല്ലാമായി ഒരു അത്യുഗ്രം രുചി തന്നെയാണ് ഇതിന്. രുചിയിൽ അപ്രത്യക്ഷനാണെങ്കിലും നിറത്തിലും ഗുണത്തിലും ഒന്നാമനാണ് ഇവൻ. ശരീരത്തിനും സ്കിന്നിനും ദഹനത്തിനും എല്ലാത്തിനും ഉത്തമം. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാർ ശംഖുപുഷ്പത്തിൻ്റെ വേര് പാലിലരച്ച് കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നത്രേ, ബുദ്ധി വികസിക്കാൻ. ഓരോ വർഷവും നല്ലതുപോലെ പുഷ്പിച്ച് വേനൽക്കാലമാകുമ്പോൾ ഉണങ്ങിപ്പോകാൻ തുടങ്ങും. പക്ഷേ ഈ ചെടി ഉണങ്ങിപ്പോയി ഇനി വളരില്ല എന്നത് നമ്മുടെ മിഥ്യാധാരണ മാത്രമാണ്. വീണ്ടും തനിയെ ഉണങ്ങിയ വള്ളിപ്പടർപ്പിൽ നിന്ന് പൊട്ടിക്കിളിക്കാൻ തുടങ്ങും. അപ്പം നല്ലൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.